ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻ്റ് ഏതൊക്കെയെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് 18,678 666 ലെവലാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നാളെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിഷ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയായി യൂട്ടിലൈസ് ചെയ്യുക. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ്. ഇനി അഥവാ മാർക്കറ്റ് നാളെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ, ഈ ഒരു റേഞ്ചിലാണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ 18,533 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് 18,495 എന്ന ഈ ലെവൽ. ഫൈനൽ ടാർഗറ്റ് ഈ ഒരു സോണാണ് 451 437 ലെവലിലാണ് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്യാപ് ഡൗൺ വന്നതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ അതും യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു സോണിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് മെയിനായിട്ട് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. 18,700 എബവ് ആണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നതെങ്കിൽ സൈഡ് വേസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ട്രേഡ് അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്, നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സോണാണ്. ഏകദേശം 43 ഈ ഒരു സോണ് 43, 21, 42, 989 എന്ന സോണാണ് നല്ല സപ്പോർട്ട് ഏരിയ കാണുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഫ്ലാറ്റിഷ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടിയതിന് ശേഷം ഈ ഒരു ലെവലിൽ നിന്ന് ഫാൾ വരികയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു സോണിലേക്കാണ്. 42,873 851 ലെവലാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നതിന് ശേഷം ഈ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സോണിലേക്കാണ്. 43,275 43,306 43,300 ഒരു സൈക്കോളജിക്കൽ ലെവലാണ്. റിവേഴ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ വരുന്ന സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുക. പ്രത്യേകമായിട്ട് പറയാനുള്ളത് ബാങ്ക് നിഫ്റ്റി ആയാലും നിഫ്റ്റിയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ റിസ്ക് ആയിട്ടുള്ള ട്രേഡാണ്. കാരണം പ്രീമിയം നല്ല രീതിയിൽ തന്നെ മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ടാർഗറ്റൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഈ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് വരും. പക്ഷേ പ്രീമിയം അതിൻ്റെ കൂടെ മെൽറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അതും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉൾപ്പെടുത്തുക. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി വെച്ചിട്ട് ട്രേഡ് ചെയ്യാതിരിക്കുക എന്നാണ് പറയാനുള്ളത്. ഇത്രയും ലെവലുകളാണ് നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇനി സ്റ്റോക്കിലേക്ക് പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇൻട്രാഡേ സ്റ്റോക്കായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ലാസൺ എൻ ടർബോ ആണ്. അതായത് LT ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 259 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഈ ഒരു ഇന്നത്തെ ഹൈ പോയിൻ്റ് ഈ ഒരു സോണാണ്. 271 274. ഫൈനലായിട്ട് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത് 279 282 എന്ന സോണിലേക്കാണ് ടാർഗറ്റായി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഫാളാണ് വരുന്നതെങ്കിൽ ഇന്നത്തെ ഒരു ലോ പോയിൻറ്റിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് LTയിൽ പറയാനുള്ളത്. ഇനി കൊടാക് മഹീന്ദ്രയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തെന്ന് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒരു നല്ലൊരു മൂവ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി കൊടാക് ബാങ്ക് നാളെ ഈ ഒരു ലെവൽ 1943 ലെവൽ ബ്രേക്കൗട്ടാണ് നടക്കുന്നതെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് 1952, സെക്കൻഡ് ടാർഗറ്റ് 58 എന്ന ലെവലിലേക്കുമാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു 1% അടുത്ത്, 1% ഇല്ല, ഏകദേശം 0.76% ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഹ്യൂജ് ആയിട്ടുള്ള ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അഥവാ ആ ഒരു ലെവലും കൂടി ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ SL ട്രയലിംഗ് ചെയ്ത് ടാർഗറ്റിലേക്ക് പോകാവുന്നതാണ്. ഇനി മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ഒരു ട്രേഡ് എൻട്രി പറയാൻ കാരണം. ഈ ഒരു ലെവൽ നോക്കിയാൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയാൻ വേണ്ടി കഴിയും. ഏകദേശം ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എൻട്രി വരുന്നത് 19-18 കൂടി ഈ ഒരു ലെവലിൽ നിന്ന് ഫാളാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലോ പോയിന്റിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. 19,300 19,000 നല്ലൊരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് മഹീന്ദ്രയിലാണ്. മഹീന്ദ്രയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഈ ഒരു ലെവലിൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ കാണും. ഈ ഒരു സോണിലേക്ക് എത്തുന്ന സമയത്ത് നല്ലൊരു പ്രഷറാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്നുണ്ടെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് 1281 84 ലെവലാണ്. എൻട്രി പോയിൻ്റ് വരുന്നത് 1268 എബവ് ആണ്. അത്യാവശ്യം 1% അടുത്ത് 1% ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1.24 ആണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏകദേശം 15 പോയിൻറ്റ്. ഓക്കെ, സേഫായിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. ഇത്രയും അനലൈസ് മാത്രമേ പറയാനുള്ളൂ. കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു.